കർണാടക ധർമ്മസ്ഥലിലെ രണ്ടാം ഘട്ട പരിശോധനയിൽ 2 തലയോട്ടികൾ കൂടി കണ്ടെത്തി. ബംഗ്ലഗുഡ്ഡെ വനത്തിൽ നിന്നാണ് തലയോട്ടികൾ കണ്ടെത്തിയത്. നേരത്തെ കാണാതായ പുരുഷന്റെ തിരിച്ചറിയൽ രേഖയും തലയോട്ടിയുടെ അടുത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മുഹമ്മദ് റയീസ് ചെന്നൈയിൽ ചെയ്യുന്നു. റയീസ്, രണ്ടാം ഘട്ട മണ്ണുമാന്തിയുള്ള പരിശോധനയാണ്. ഇന്നലെ 5 സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. തലയോട്ടിയും അന്വേഷണം ഏത് ദിശയിലാണ് നീങ്ങുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ. സുഹൈൽ, ഈ രണ്ടാം ഘട്ട രണ്ടാം ഘട്ട തെരച്ചിൽ ആരംഭിച്ചതിന് പിന്നാലെ 7 ഇടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ തലയോട്ടികളും അസ്ഥികളും ഒക്കെയും കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും സമീപവാസികൾ നൽകിയിട്ടുള്ള മൊഴി, ഒപ്പം തന്നെ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ നൽകിയിട്ടുള്ള മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SIT സംഘം രണ്ടാം ഘട്ട മണ്ണുമാന്തി പരിശോധന ആരംഭിച്ചത്. ബംഗ്ലഗുഡ്ഡെ വനത്തിൽ 12 ഏക്കറിനുള്ളിലാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിലവിൽ ഇവർ ഐഡന്റിഫൈ ചെയ്ത് നൽകിയ സ്ഥലങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഇപ്പോൾ 7 തലയോട്ടികളും ഒപ്പം തന്നെ ശരീരഭാഗങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ തലയോട്ടിയുടെ അടുത്തു നിന്ന് തന്നെ നേരത്തെ കാണാതായിട്ടുള്ള ഒരാളുടെ ഐഡന്റി കാർഡ് കൂടി ലഭിച്ചിട്ടുണ്ട്. ഇതുവരെയും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുകയില്ല. അങ്ങനെയുള്ള ഒരാളുടെ തലയോട്ടി കൂടി കിട്ടിയിട്ടുണ്ട്. എല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമാകും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക. നാളെ എന്തായാലും പരിശോധന ഉണ്ടാവില്ല, മറിച്ച് SITയുടെ യോഗം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.